blessing today. This program is sponsored by വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഇതുവരെയുള്ള നൂറുകണക്കിന് എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പലരെ ഇന്നുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ചിലരൊക്കെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോഴും ഞങ്ങളുടെ യാത്രയിലൊക്കെ നേരിട്ട് കാണാറുണ്ട്. എല്ലാവർക്കും നന്ദി. വി ലവ് യു സോ മച്ച്. വി ആർ പ്രേയിങ് ഫോർ യു. ഗോഡ് വിൽ കണ്ടിന്യൂ ടു ബ്ലെസ് യു. നമുക്ക് ചേർന്ന് ഈ സമയത്ത് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസർക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മലപ്പുറത്ത് നിന്നുള്ള വെൽവിഷർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തനിക്ക് നല്ല ആരോഗ്യം നൽകണമേ. എല്ലാ രോഗങ്ങളിൽ നിന്നും പരിപൂർണമായ സൗഖ്യം കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ജോലിയിൽ സകല അനുഗ്രഹങ്ങളും കർത്താവെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കും കർത്താവെ സകല രോഗങ്ങളിൽ നിന്നുള്ള സൗഖ്യവും നല്ല ആരോഗ്യം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മദ്യപാനം പരിപൂർണമായി മാറിപ്പോകുവാൻ, യേശുവിൻ്റെ രക്ഷ അനുഭവിച്ചറിയുവാനും തൻ്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റമുണ്ടാകാനും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിഗ്രിക്ക് നല്ല ഒരു റിസൾട്ട് കൊടുക്കണമേ. മരുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മരുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ആരോഗ്യവും ആത്മീയ വളർച്ചയും ഉണ്ടാകേണ്ടതിനായി പ്രാർത്ഥിച്ച് ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇനി നമുക്ക് മൈ പ്രെയർ ഡയറി അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന ഡയറി എന്നുള്ള പുസ്തകത്തിൽ നിന്നുള്ളൊരു പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കയ്യിൽ ആ പുസ്തകമുണ്ടെങ്കിൽ ഈ സമയത്ത് എടുത്തു പിടിക്കുക. ആ പുസ്തകത്തിലെ 4ാമത്തെ പ്രാർത്ഥനയാണ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തിൽ നോക്കി നിങ്ങൾക്ക് കൂടെ ഹൃദയത്തിൽ നിന്നും ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പുസ്തകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലെ നമ്പറുകളിൽ വിളിച്ച് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. 4ാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങ് സകല ആത്മാക്കളുടെയും ദൈവമാകയാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയമായി വളരുവാൻ അങ്ങ് എന്നെ സഹായിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി അങ്ങയെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും എന്നെ സഹായിക്കണമേ. ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുവാനും എന്നെ സഹായിക്കണമേ. അങ്ങ് ആയിരിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. യേശുവാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ച് ധാരാളമായി ആത്മാവിൻ്റെ ഫലം കായ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. എല്ലായ്പ്പോഴും പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. പൂർണ്ണതയുള്ള ദൈവഹിതം മാത്രം എന്നിൽ നിറവേറുവാൻ ഇടയാക്കണമേ. അങ്ങയുടെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. യേശു എന്ന ശിരസോളം സകലത്തിലും വളരുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാൽ എന്നെ നിറയ്ക്കണമേ. ദൈവിക അധികാരം ഉപയോഗിക്കുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങയോട് പറ്റിച്ചേർന്ന് അങ്ങയുമായി ഏക ആത്മാവായി തീരുവാൻ എന്നെ സഹായിക്കണമേ. എന്നെപ്പോലെ
മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ പ്രാർത്ഥനകൾ കൈക്കൊണ്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. When we rest and relax, we are telling God that we trust you, you are enough for me. ഓർക്കുക, നാം വിശ്രമിക്കുമ്പോൾ, റിലാക്സ് ചെയ്ത് കാത്തിരിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ വഴിക്കായി ഞാൻ കാത്തിരിക്കുന്നു. Hallelujah. Hallelujah. Would you lift both of your hands and tell him that? രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ഈ കാര്യം ഒന്ന് പറയാമോ? Lord, I trust you. ദൈവമേ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. പറഞ്ഞാലോ? I believe that you are enough for me. You are more than enough for me. യേശുവേ, അങ്ങ് എനിക്കായി സകലത്തിനും മതിയായവനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Hallelujah. Hallelujah. Put your hands down. കൈകൾ താഴെയിട്ടാൽ. Matthew chapter 11. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം, verse number 28, 29 and 30. അതിന്റെ 28, 29, 30. 3 verses. 3 വചനങ്ങൾ. Verse number 28. These verses are very, very famous. ഈ വചനങ്ങൾ എന്നത് വളരെ വളരെ പ്രസിദ്ധമായ വചനങ്ങളാണ്. Come to me, all you who are weary and burdened, and I will give you rest. 28-ാമത്തെ വചനം, ക്ഷീണിതരും അധ്വാനിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls. 29-ാമത്തെ വചനം, ഞാൻ സൗമ്യനും വിനയശീലനുമാകയാൽ എൻ്റെ നുകം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. For my yoke is easy and my burden is light. കാരണം എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. If you look around, നിങ്ങൾ ചുറ്റുപാട് നോക്കിയാൽ we have billions of people on earth, ഈ ലോകത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. and majority of them are stressed out, weary and worried. അതിൽ ഭൂരിഭാഗം ആളുകളും വളരെയധികം ആകുലചിത്തരും വളരെയധികം പ്രയാസത്തിലൂടെയും എല്ലാം പോകുന്നവരാണ്. But Jesus is giving an open invitation to all the burdensome people. എന്നാൽ ഇവിടെ യേശു കർത്താവ് ഒരു തുറന്ന ക്ഷണക്കത്ത് സകല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്കുമായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. Jesus saying, come to me, I will give you rest. ഇവിടെ പറയണ, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം. If we analyze this scripture portion, ഈ വചനത്തെ നിങ്ങൾ ശരിയായ വിധത്തിൽ പരിശോധിച്ച് പഠിച്ചാൽ, Jesus asks us to do 3 things. യേശു കർത്താവ് 3 കാര്യങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. And Jesus offers 3 things to us. എന്ന് മാത്രമല്ല 3 കാര്യങ്ങൾ യേശു കർത്താവ് നമുക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നുണ്ട്. What is our part? എന്താണ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ? 3 things. 3 കാര്യങ്ങളുണ്ട്. Take 1 finger. ഒന്നാമത്തെ വിരൽ ഇപ്പോൾ എടുത്തു പിടിക്കുക എല്ലാവരും. 1 finger. ഒരു വിരൽ എടുത്തു പിടിക്കുക. Number 1. ഒന്നാമത്തെ കാര്യം, go to Jesus. യേശുവിന്റെ അടുക്കിലേക്ക് പോവുക. Everybody say. എല്ലാവരും പറഞ്ഞാലും, യേശുവിന്റെ അടുക്കിലേക്ക് പോവുക. പറഞ്ഞാലും ഒന്നുകൂടെ, ഒരിക്കൽ കൂടെ, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. അടുത്തിരിക്കുന്ന ആളോട് പറയുക, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. ഇപ്പുറത്തെ ആളോട് പറയുക, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. Hallelujah. Hallelujah. When you are worried, when you have full of burden and heaviness, never go to the bar but go to Jesus. ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ ബാറിലേക്കല്ല ചെല്ലേണ്ടത്, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. സിസ്റ്ററെ, അത് ഒന്നുകൂടി പ്രസംഗിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നേരെ ഓടി ബാറിലേക്കല്ല പോകേണ്ടത്, യേശുവിന്റെ അടുക്കലേക്ക് ചെല്ലുക. Bars will not give you rest, but Jesus says, I will give you rest. നീ കടന്നു പോകുന്ന ബാറുകൾ നിനക്ക് വിശ്രമം നൽകിയില്ല, എന്നാൽ യഥാർത്ഥ വിശ്രമം നൽകുന്ന യേശു പറയുന്നു, ഞാൻ നിനക്ക് ആശ്വാസം നൽകും. Tell your neighbor, go to Jesus. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ഈ വിരലൊന്ന് കാണിച്ചിട്ടൊന്ന് പറഞ്ഞേ, യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. പറഞ്ഞേ,
യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുക. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. So many people have told me, brother, my work is very hard. So in the evenings, I have to drink something. ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ബ്രദറെ, എൻ്റെ ജോലി എന്ന് പറഞ്ഞ ഇത്രയും ടെൻഷനുള്ള ഒരു ജോലി, അതുകൊണ്ട് വൈകുന്നേരം ആവുമ്പം ഒരാശ്വാസത്തിന് ഞാൻ അങ്ങ് കുടിക്കും. But Jesus is come to me. എന്നാൽ യേശു പറയുന്നു, എൻ്റെ അടുക്കിലേക്ക് വരുവേ, I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. I will give you rest. ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Number 2. രണ്ടാമത്തെ കാര്യം, Take your fingers. രണ്ട് വിരലെടുത്ത് പിടിക്കുക. Take Jesus' yoke. യേശുവിന്റെ നുകം ഏറ്റെടുക്കുക. പറഞ്ഞേ, യേശുവിന്റെ നുകം ഏറ്റെടുക്കുക. അടുത്ത ഒരാളെ ഒന്ന് പഠിപ്പിച്ചു കൊടുത്തേ. ആ രണ്ടാമത്തെ വിരൽ കാണിച്ചിട്ട് അടുത്ത ആളോടൊന്ന് പറയാമോ? യേശുവിന്റെ നുകം ഏറ്റെടുക്കുക. എന്നോടല്ല പറയണ്ടേ, ഇപ്പുറത്തിരിക്കുന്ന ആളോടൊന്ന് പറ, യേശുവിന്റെ നുകം ഏറ്റെടുക്കുക. Hallelujah. ഹല്ലേലൂയ. Tell me that, please. എന്നോടൊന്ന് പറയാമോ? ഏറ്റെടുക്കുക. You are right. Hallelujah. ഹല്ലേലൂയ. What is Jesus' yoke? എന്താണ് യേശുവിന്റെ നുകം എന്നുള്ളത്? ഓ, യേശുവിന്റെ അടുക്കൽ ചെന്നാലും നുകമുണ്ടോ? What is Jesus' yoke? എന്താണ് യേശുവിന്റെ നുകം? This is my interpretation. Jesus' yoke is his commandments. എൻ്റെ ഒരു വ്യാഖ്യാനം ഇതാണ്. യേശുവിന്റെ നുകം എന്നുള്ളത് യേശു നമുക്ക് തന്നിട്ടുള്ള അവന്റെ കൽപ്പനകളാണ്. Are you there? നിങ്ങൾ ഇവിടെ ഉണ്ടോ? The commandments of Jesus. യേശുവിന്റെ ഓരോ കൽപ്പനകളും. Jesus' commandments are easier. യേശുവിന്റെ കൽപ്പനകൾ സത്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. How do you know that, brother? എങ്ങനെ ബ്രദറിന് അത് അറിയാം? Take Moses' commandments. മോശയുടെ കൽപ്പന ഒന്ന് എടുത്തു നോക്കൂ. Nobody in the world, all through the history, could satisfy all the rules and regulations of Mosaic law. മോശയിക കൽപ്പനയുടെ നിയമങ്ങളും നിബന്ധനകളും പാലിക്കുവാൻ ഇന്നുവരെ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിച്ചിട്ടില്ല. Moses made rules even to go to a toilet. മോശയെ സംബന്ധിച്ച് മോശയുടെ നിയമത്തിൽ കക്കൂസിൽ പോകാൻ പോലുമുള്ള നിയമങ്ങളുണ്ട്. You cannot go to toilet as you like. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാൻ പറ്റില്ല. It is in the Bible. അത് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. And the Jewish people suffered it a lot for many centuries. ഒത്തിരി നൂറ്റാണ്ടുകളായിട്ട് യഹൂദന്മാർ ഈ നിയമം കൊണ്ട് കഷ്ടപ്പെട്ട് നടുവൊടിഞ്ഞവരാണ്. Then Jesus came. അപ്പോൾ യേശു കർത്താവ് വന്നു. I'm giving you a new covenant, a new commandment. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു നിയമം, ഒരു പുതിയൊരു കൽപ്പന നൽകുന്നു. Love each other. പരസ്പരം അന്യോന്യം സ്നേഹിക്കുവീൻ. Love your God. നിങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കുവീൻ. Jesus simplified everything. യേശു കർത്താവ് സകലത്തെയും എളുപ്പമാക്കി ലളിതമാക്കി തീർത്തു. Moses made everything complicated. മോശ സകല കാര്യങ്ങളെയും സങ്കീർണമാക്കി തീർത്തു. But Jesus made everything so simple. എന്നാൽ യേശു സകല കാര്യങ്ങളെയും വളരെ ലളിതമാക്കി തീർത്തു. Hallelujah. Hallelujah. So what is Jesus' yoke? എന്നാ യേശുവിന്റെ നുകം എന്ന് പറയുന്നത് It is his commandment. യേശുവിന്റെ കൽപ്പനകളാണ്. Hallelujah. ഹല്ലേലൂയ. And not only that, this is my interpretation. This yoke is also the Holy Spirit he puts on us. ഈ നുകം എന്നുള്ളത് അത് മാത്രമല്ല, ഈ നുകം എന്നുള്ളത് അത് പരിശുദ്ധാത്മാവ്, നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിനെ കൂടെ കാണിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. He comes on us and he reigns in us, and we have his rule, his leadership and his guidance. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നു, നമ്മുടെ മേൽ ആവസിച്ചു കഴിയുമ്പോൾ അവന്റെ നേതൃത്വത്തിൽ അവന്റെ നിയമപ്രകാരം നാം ചലിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങുകയാണ്. When the Holy Spirit comes, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ our life becomes not heavier, not more complicated, but it becomes easier. ഓർക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പിന്നെ ഭാരമുള്ളതല്ല, സങ്കീർണമായിട്ടുള്ളതല്ല, അത് വളരെ എളുപ്പത്തിൽ
കൈകാര്യം ചെയ്യാവുന്ന രീതിയിലായി തീരുകയാണ്. Somebody say thank you Jesus. കൈകൾ ഉയർത്തി ഒരു നന്ദി പറയാമോ? നന്ദി യേശുവേ. Hallelujah. ഹല്ലേലൂയ. So his yoke is his commandments and his spirit. അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുള്ള അവന്റെ നുകം എന്നുള്ളത് അവന്റെ കൽപ്പനകളെ കാണിക്കുന്നു, അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. How many of you have seen a yoke? നിങ്ങൾ എത്ര പേര് നുകം കണ്ടിട്ടുണ്ട്? Yoke. Usually it is made of wood, a long piece of wood. സാധാരണയായിട്ട് ഇതൊരു വളരെ നീണ്ട ഒരു മരത്തടിയാണ്. And usually in agriculture, when they plow the field, they put one end of the yoke upon an ox and the other end of the yoke upon another ox. സാധാരണ രീതിയിൽ കൃഷി കാര്യങ്ങൾക്ക് വേണ്ടി പണ്ട് കാലങ്ങളിൽ മൃഗങ്ങളെ പൂട്ടി ഒഴുകുന്ന സമയത്ത് ഈ മരത്തടിയുടെ ഒരു ഭാഗം ഒരു കാളയുടെ പുറത്തും അതിന്റെ മറ്റേ തല അടുത്തൊരു കാളയുടെ കഴുത്തിലുമായിട്ട് വെച്ചു കൊടുക്കും. Suppose one ox is very weak and very tired, very slim and very small. ഇപ്പോൾ ഈ രണ്ട് കാളകളിൽ ഒരു കാള വളരെ ബലഹീനനാണ്, വളരെ ക്ഷീണിതനാണ്, ആരോഗ്യമില്ലാത്ത, തളർന്ന് അവശ്യ നിലയിലുള്ളതാണെന്ന് കരുതുക. The other ox is so fat, strong and big. അങ്ങേ തലയ്ക്കുള്ള മറ്റേ കാളയെ സംബന്ധിച്ച് അതിന് നല്ല ആരോഗ്യമുണ്ട്, നല്ല ചുറുചുറുക്കുള്ള ഒരു കാളയാണെന്ന് കരുതുക. Hello. Jesus says, I am the second ox. ഇവിടെ യേശു പറയുകയാണ്, ഞാൻ ഈ രണ്ടാമത്തെ കാളയാണ്. I am strong, I am mighty, I am almighty. I will carry all the burden, all the weight of the yoke, and your side will be lighter. ഓർക്കുക, നമ്മോട് യേശു പറയുകയാണ്, ഞാൻ ശക്തിയുള്ള ഒരു കാളയെ പോലെയാണ്, ഞാൻ ശക്തിമാനാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ചുറുചുറുക്കുള്ളവനാണ്, ഞാൻ ആരോഗ്യ ദൃഢഗാത്രനാണ്. അതുകൊണ്ട് നിന്റെ കൂടെ ഭാരം കൂടെ ഞാൻ വഹിച്ചുകൊള്ളാം. Somebody shout hallelujah to Jesus. കൈകൾ ഉയർത്തി ഒരു വലിയ ഹല്ലേലൂയ പറയാമോ? That's why Jesus says, my yoke is easy. അതുകൊണ്ടാണ് യേശു പറഞ്ഞിരിക്കുന്നത്, എന്റെ നുകം അത് മൃദുവാണ്. Hallelujah. Hallelujah. That means Jesus takes all the burden of our life and of our ministry. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ശുശ്രൂഷയുടെ സകല ഭാരങ്ങളും യേശു കർത്താവ് ചുമക്കുകയാണ്. Are you still carrying all your burdens? നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ ഭാരങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുകയാണോ? You are not under Jesus' yoke. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും യേശുവിന്റെ നുകത്തിന്റെ കീഴെ കെട്ടിയിരിക്കുന്ന വ്യക്തിയല്ല. If you are connected with Jesus' yoke, all the burden from your shoulders will be transferred to the shoulders of Jesus. ഓർക്കുക, ഒരേ നുകത്തിന്റെ കീഴെ യേശുവിനോടൊപ്പം കെട്ടപ്പെട്ടിരിക്കുന്ന കാളയാണ് നിങ്ങളെങ്കിൽ, കെട്ടപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യക്തിപരമായ സകല ഭാരങ്ങളും വ്യക്തിപരമായ സകല പ്രയാസങ്ങളും യേശു തന്നെ ചുമക്കാൻ കഴിവുള്ളവനാണ്. Usually when people see that some are burdened to them, they will leave them behind and leave the place. സാധാരണയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള കാര്യം ഇതാണ്, ആരെങ്കിലും നമുക്കൊരു ഭാരമാണെങ്കിൽ ആ വ്യക്തിയെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മുങ്ങും. I have seen husbands leaving wives behind when they become sick. They divorce and go to a new wife because she is a burden to me. കണ്ടിട്ടുണ്ട്, ഭാര്യമാർ രോഗികളായി കഴിയുമ്പോൾ ഭർത്താക്കന്മാർ അവരെ ഉപേക്ഷിച്ചിട്ട്, അവൾ എനിക്കൊരു ഭാരമാണെന്ന് പറഞ്ഞിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് മറ്റൊരു സ്ത്രീക്ക് പുറകെ പോകുന്നത്. Hello. But Jesus says, യേശു പറയുന്നു, I am here to carry all your burden. ഞാൻ നിങ്ങളുടെ സകല ഭാരവും ചുമക്കാനായി ഇവിടെയുണ്ട്. Come to me. എൻ്റെ അടുക്കിലേക്ക് വരുവിൻ. Number 3, take 3 fingers. മൂന്നാമത്തെ കാര്യം, 3 വിരലെടുത്താലും. Everybody. എല്ലാവരും. Jesus says, learn from him. Say, learn from Jesus. ഉറക്കെ പറഞ്ഞാലും, യേശുവിൽ നിന്ന് പഠിക്കുവിൻ. എൻ്റെ പേര് വിജയൻ.
ഞാൻ ഗൾഫിൽ പോയിരുന്ന കാലത്ത് എൻ്റെ 2 കാലിലും സോറിയാസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടായി. ഇത് സ്റ്റാർട്ട് ചെയ്ത് തലയിൽ നിന്നാണ്. എല്ലായിടത്തും ശരീരത്തെ എല്ലാ ഭാഗത്തും ഈ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ പല മരുന്നുകളും ഉപയോഗിച്ചു. ഡൽഹിയിലും ബോംബെയിലും പല ഡോക്ടർമാരെ കണ്ടു, ചികിത്സ തേടി. പക്ഷേ എനിക്ക് ഈ ചികിത്സയിൽ പരിപൂർണമായിട്ട് സുഖം പ്രാപിച്ചില്ല. ഈ അസുഖം എനിക്ക് ഉണ്ടായിട്ട് 25 വർഷത്തിൽ മേലായി. ഞാൻ പല മരുന്നുകളും ചെയ്തിട്ടും അതിന് എനിക്ക് സുഖം പ്രാപിച്ചില്ല. അങ്ങനെ ഞാൻ നാട്ടിൽ വരുമ്പോൾ കൂടുതലും പാൻറ് ഉപയോഗിച്ചാണ് നടക്കുന്നത്. ആളുകൾ സാധാരണയായി ചോദിക്കാറുണ്ട്, കാലിലെന്തോ പറ്റി എന്ന്. അപ്പോൾ എനിക്ക് അതിൽ വിഷമവും പ്രയാസവും ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ പാൻറ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. കാലിൻ്റെ മുട്ടിന് അടിഭാഗത്തായിട്ട് പാദത്തിന് മുകളിലായിട്ട് 2 കാലിലും ചെതുമ്പൽ പോലെ ചൊറിഞ്ഞിളകുകയും അതിഭയങ്കരമായ ചൊറിച്ചിൽ കാരണം രാത്രി കാലങ്ങളിൽ സുഖമായി ഉറങ്ങാൻ പറ്റാതെ വളരെയേറെ വിഷമിക്കുകയും ചെയ്ത് ഒരു അനുഭവമാണ് എനിക്കുണ്ടായത്. ഞാൻ സൂര്യ ടി വിയിൽ ബ്ലെസ്സിങ് ടുഡേ എന്നും 7 മണിക്ക് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. അങ്ങനെ ബുക്ക് വാങ്ങിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത് എന്നിൽ നിന്ന് ഈ അസുഖം പരിപൂർണമായിട്ട് ഒഴിഞ്ഞു മാറി. ബ്ലെസ്സിങ് ടുഡേയിലെ പ്രാർത്ഥനയിൽ കൂടി എനിക്ക് പരിപൂർണ സുഖമായി. ഇന്ന് ഞാൻ അതിൽ സന്തുഷ്ടവാനാണ്. ഈ പ്രാർത്ഥനാ സമയം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഓരോ ദിവസവും ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു ദ ഹെവൻ ആൻഡ് എർത്ത് ഈസ് കമ്മിങ് ടുഗെദർ, ടച്ചിങ് ആൻഡ് സംതിങ് മിറാക്കുലസ് ഈസ് ഹാപ്പനിങ് എവറിവെയർ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, വിശ്വാസത്തോട് ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിച്ചുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുന്ന എല്ലാവരെയും അങ്ങ് ഈ സമയത്ത് തൊടണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കണമേ. അങ്ങ് ജീവിച്ചിരുന്ന കാലത്ത് മനസ്സലിഞ്ഞ് സകല രോഗികളെ അങ്ങ് സൗഖ്യമാക്കിയല്ലോ. ഇപ്പോൾ അതേ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. താങ്ക് യു ജീസസ്. ശരീരത്തിൽ ക്യാൻസർ വല്ലാതെ സ്പ്രെഡ് ആയിരിക്കുന്നൊരു വ്യക്തി, 4th സ്റ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരവസ്ഥ, യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം അവർക്ക് വേണ്ടി കർത്താവ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സന്ധിവാദം സൗഖ്യമാകട്ടെ. മറ്റ് രീതിയിലുള്ള ചില വാദരോഗങ്ങളും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗം കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗം മൂലം ജോലിക്ക് പോകാൻ കഴിയാതെ ഭവനത്തിലായിരിക്കുന്ന ചില വ്യക്തികൾ എങ്ങനെ ഇനി കുടുംബം പുലർത്തുമെന്ന് അറിഞ്ഞൂടെ. അങ്ങനെയുള്ളവർ പല കുടുംബങ്ങളിലും കർത്താവ് ഇന്നൊരു വലിയ മിറക്കിൾ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അവിടെ എല്ലാം വിടുതലുകൾ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് സുകുമാരൻ എന്നു പേരുള്ള ഒരു സഹോദരൻ ജോലിക്ക് പോകാൻ കഴിയുന്ന രോഗം മൂലം വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോവുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വീട്ടിൽ ഒരു അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നു പോയ ചില വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി അവർക്ക് വിടുതൽ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനം പണിയേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ഒരു വീസ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന പലരുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. ജോലി ലഭിക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. വിദേശയാത്ര നടത്തേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. വിവാഹം നടക്കേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്താവശ്യമാണെങ്കിലും യേശുവിനോട് ഇപ്പോൾ ഒരു അത്ഭുതത്തിന് വേണ്ടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് നീ അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിലെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ നടക്കുന്നത് ഈ വെള്ളിയാഴ്ച നിലമ്പൂരും ശനിയാഴ്ച കോഴിക്കോടുമാണ്. ഈ രണ്ടിലേക്കും നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ മാത്രമല്ല, ഒറ്റയ്ക്ക് വരരുത്. നിങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന പരിചയത്തിലുള്ള നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാം കൂട്ടിക്കൊണ്ടുവരണം. കർത്താവ് അതിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് അനന്ത സ്നേഹത്തിൻ്റെ കഥ എന്നീ പുസ്തകമാണ്. യേശുവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നവർ ഇത് സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അഡ്രസ്സ് വിളിച്ചറിയിക്കുക, അല്ലെങ്കിൽ കത്തെഴുതുക. നിങ്ങൾക്ക് സൗജന്യമായി നിങ്ങളുടെ ഭവനങ്ങളിൽ അത് എത്തിച്ചേരും. അത് കൂടാതെ
ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള മറ്റൊരു അനുഗ്രഹം നിങ്ങൾക്ക് നൽകുന്നൊരു പുസ്തകമാണ് ബ്ലെസ്സിങ് ടുഡേ ആരാധനാ ഗീതങ്ങൾ. 1000-ലധികം ആത്മാവിൽ പാടി ആരാധിക്കാവുന്ന ഗീതങ്ങൾ പല ഭാഷകളിലായി 4 ഭാഷകളിലായി ഇതിലുണ്ട്. അതോടൊപ്പം ബ്ലെസ്സിങ് ടുഡേ ക്വയർ പാടിയ സെലിബ്രേറ്റ് ജീസസ് എന്ന ഈ വർഷിപ്പ് CD-യും നിങ്ങൾക്ക് ആവശ്യപ്പെടാം. കർത്താവ് ഇതിലൂടെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ഇന്ന് അതിനെക്കുറിച്ച് പറയണം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും ഇതേ ചാനലിൽ ഇതേ സമയത്തുള്ള പ്രോഗ്രാം കാണുവാൻ അവരോട് പറയാം. ഫോൺ ചെയ്യാം, നേരിട്ട് പറയാം, ഒരു SMS അയക്കാം, ലെറ്റർ എഴുതാം. ഏത് രീതിയിലായാലും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ. ബൈബിൾ ആനുവിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചോദ്യം ഇതാണ്: നമുക്ക് അവന്റെ നേരെ ഉപായങ്ങളെ ചിന്തിക്കാം. ആരുടെ നേരെ? കം ലെറ്റ്സ് മേക്ക് പ്ലാൻ. എഗൻസ്റ്റ് ഹൂം? ഓപ്ഷൻസ്: എ യെശയ്യാവ്, ബി ഇരമ്യാവ്, സി യേശു, ഡി പൗലോസ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ABC or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും. നിങ്ങളുടെ ഉത്തരങ്ങൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് OM Books ആണ്.